ഗുഡ് മോർണിംഗ്. ഞാൻ വന്നേക്കുന്നത് മെർക്കാട്ടോ മാളിലാണ്. ഇത് എനിക്ക് തോന്നുന്നൊരു ഇമാംബത്തത്തെ മാളുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. കാരണം അതേപോലത്തെ സ്ട്രീറ്റ് ഏരിയ പോലത്തെ ഒരു ഏരിയയാണ് ഇതിനകം കാണുന്നത്. അതേപോലെ തന്നെ ഒരു ഓൾഡ് വേർഷൻ്റെ ഒരു പതിപ്പാണെന്നും കൂടെ പറയാം. ആ ഒരു രീതിയിലാണിത് നിർമ്മിച്ചേക്കുന്നത്. കേട്ടോ, നമ്മൾ സാധാരണ കാണുന്ന മാളിനെ, അതായത് ഇപ്പോഴത്തെ പുതിയ മാളിനെക്കാട്ടിൽ അതിൻ്റെ ഒരു വേറിട്ടൊരു അനുഭൂതിയാണ് ഇവിടെ വരുമ്പോൾ ഉള്ളത്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു പഴയ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഒരു ഏരിയയിലും ഒക്കെ എനിക്ക് തോന്നുന്നത് പഴയ നടയായിരുന്നു, സ്റ്റെയർ കേസായിരുന്നു. അത് വെട്ടി മാറ്റിയിട്ടാണ് ഈ എസ്കലേറ്റർ ഫിറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ഈ ഏരിയ കാണാനൊരു അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ലൈറ്റിംഗ് ആണേലും അതേപോലെ തന്നെ അപ്സൈഡ് റൂഫൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഓരോ ഏരിയ, അപ്പോൾ സിനിമയുടെ ഒരു ഏരിയയാണ്. അതിൻ്റെ മുകളിലത്തെ ജനാലയും അതൊക്കെയെന്ന് വെച്ചാൽ ഒരു ബാൽക്കണിയൊക്കെ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു വില്ലയുടെ ഒരു ഉള്ളത്. അത് പഴയ ഓൾഡ് വില്ലയുടെ ഒരു രീതിയിലാണ് ഇവിടെ ഈ സൈഡെല്ലാം ചെയ്തിട്ടേക്കുന്നത്. അതൊക്കെ കാണാമല്ലോ അല്ലേ. ആ ഒരു ഏരിയ അതേപോലെ ബാൽക്കണിയൊക്കെ നീട്ടി കൊടുത്തേക്കുന്നു. മേളിൽ ഷെയ്ഡ് അടിക്കാതിരിക്കാനുള്ള ഇത് കൊടുത്തേക്കുന്നു. ഓരോ ഷോപ്പാണ് ഇതൊക്കെ. എന്നിരുന്നാലും കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം പത്തോടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. ഞാൻ ഇനി പോകുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ അകത്ത് വീണ്ടും കുറേ ഡിസൈൻസൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒന്നുകൂടെ അതിൻ്റെ വീഡിയോസൊക്കെ ഇടാം. അത് ഫ്ലോറിങ് ഒക്കെ ഇട്ടേക്കുന്നത് ഇത് സ്റ്റോണാണ് ഇട്ടേക്കുന്നത്, മാർബിളല്ല. പഴയ സ്റ്റോണ് വെട്ടിയിട്ടേക്കുന്നതാണ്. പിന്നെ മറ്റേത് ഇൻ്റർലോക്ക്, നമ്മുടെ പഴയ ഇൻ്റർലോക്കാണിത്. ആ ഏരിയയിൽ ഒരു സെൻട്രൽ പോർഷൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ബാക്കിയുള്ള സൈഡ് വെയിലെല്ലാം ഇതേപോലെ തന്നെ സ്റ്റോണ് ഇൻ്റർലോക്കിൻ്റെ ഇതാണ് ബാക്കിയേക്കുന്നത്.